ശബരിമലയിലെ സ്വർണ്ണപാളി വിവാദം ചൂടുപിടിക്കുമ്പോൾ പലരും തിരയുന്നത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ പെട്ടെന്ന് ധനികനായ ഉണ്ണികൃഷ്ണൻ പോറ്റി അധികം വൈകാതെ ശബരിമലയിലെ സ്പോൺസറായി മാറിയതെങ്ങനെ? തിരുവനന്തപുരം പുളിമാത്താണ് ജന്മദേശം. പുളിമാത്ത് ദേവീക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പിതാവ്. ബാല്യകാലം മുതലേ പിതാവിനോടൊപ്പം ക്ഷേത്രകാര്യങ്ങളിൽ സഹായിയായി പോകാറുണ്ടായിരുന്നു. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം ബാംഗ്ലൂരിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വർഷങ്ങളോളം പൂജാരിയായി പ്രവർത്തിച്ചു. എന്നാൽ ക്ഷേത്രത്തിലെ ചില പ്രശ്നങ്ങളെ തുടർന്ന് പൂജാരി സ്ഥാനത്ത് നിന്ന് മാറ്റി. ബാംഗ്ലൂരിൽ നിന്ന് പേരെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനുശേഷമാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ശബരിമലയിൽ മുഖ്യ പരികർമ്മി എന്ന നിലയിൽ പ്രവർത്തിച്ചു. അങ്ങനെ ശബരിമല തന്ത്രിമാരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. സന്നിധാനത്തെ നിത്യ സന്ദർശകനായി മാറിയതോടെ ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞേ വേറെ ആളുള്ളൂ എന്ന രീതിയിലായി. ഈ സമയത്താണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കും കൈവച്ചത്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെത്തി പെട്ടെന്ന് ധനികനായി മാറിയ ശേഷം പതിയെ ശബരിമലയിലെ സ്പോൺസറായി മാറി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുമായും അടുത്ത ബന്ധമുണ്ട്. ആദ്യകാലത്ത് CPM അനുഭാവിയായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് BJP ആരാധകനായി മാറിയെന്നും നാട്ടിൽ സംസാരമുണ്ട്. എന്ത് തന്നെ ആയാലും ശബരിമല സ്വർണ്ണപാളി വിവാദം ചൂടുപിടിച്ചിരിക്കുന്ന ഈ സമയത്ത് വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചുള്ള മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തു വരുമോ എന്ന് കണ്ടറിയാം.